എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വീടുകളുടെ അല്ലെങ്കിൽ ബിൽഡിങ്സിൻ്റെ ബിൽഡിംഗ് അഡ്രസ്സ്, അതേപോലെ തന്നെ ഓണേഴ്സ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഓക്കുപ്പയർ ഡീറ്റെയിൽസ് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും കെ സ്മാർട്ടിൽ. ഇത് കെ സ്മാർട്ട് വഴി എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കെ സ്മാർട്ട് വഴിയുള്ള മറ്റ് വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. അതിനുപരിയായിട്ട് മറ്റ് ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ ധാരാളം വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യൂ എന്നറിയാം. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്താലുടൻ ലൈക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അവരെ വിസ്മരിക്കുന്നില്ല. എനിവേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബിൽഡിംഗ് അഡ്രസ്സിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ചെയ്യേണ്ടുന്നത് ന്യൂ ആപ്ലിക്കേഷൻ എടുക്കണം. അതിനുശേഷം അവിടെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണാം. ആ പ്രോപ്പർട്ടി ടാക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലത്തേ അറ്റം ബിൽഡിംഗ് സർവീസസ് എന്ന് കാണാം. അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ധാരാളം ലിങ്കുകൾ നമുക്കവിടെ കാണാം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഓണർഷിപ്പ് ചേഞ്ച്, അതേപോലെ തന്നെ എക്സെപ്ഷൻ, എക്സ് സർവീസുകാർക്ക് പ്രോപ്പർട്ടി ടാക്സ് ഒഴിവാക്കുന്നതിനെ കുറിച്ചാണത്. അതുപോലെ തന്നെ വേക്കൻസി റെമിഷൻ, ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ പ്രോപ്പർട്ടി ടാക്സ് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നമുക്കിവിടെ വേണ്ടുന്നത് ഏറ്റവും മുകളിൽ ആഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്കിവിടെ എംപ്റ്റി ആയിട്ടുള്ളൊരു പേജാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ഈ ബിൽഡിങ് ലിങ്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതും ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത് പ്രോപ്പർട്ടി ടാക്സ് എടുത്ത് അതിനുശേഷം അസസ്മെൻറ്റ് സർവീസിൽ ലിങ്ക് മൈ ബിൽഡിംഗ് എന്നുണ്ടാകും. അതുവഴിയാണ് അതിൻ്റെ വീഡിയോ, ഏറ്റവും പുതിയ ചേഞ്ചസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമുക്ക് ലിങ്ക് ചെയ്തൊരു ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത് പ്രോപ്പർട്ടി ടാക്സ് എടുത്ത് ബിൽഡിംഗ് സർവീസ് എടുത്ത് അവിടെ നമുക്ക് ആഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഇവിടെ നമുക്ക് ആ ലിങ്ക് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതാണ്. ഇവിടെ ആക്റ്റീവ് എന്ന് കാണുന്നുണ്ട്. പ്രോപ്പർട്ടി ടാക്സ് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് അടച്ചില്ലെങ്കിൽ അടച്ചിരിക്കണം. അതുപോലെ ഓണറുടെ പേരും വീട്ടുപേരും, നിലവിലുള്ള വീട്ടുപേരും, സ്ക്വയർ ഫീറ്റും വിസ്തീർണം സംബന്ധിച്ച ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ഒന്നും കാണിച്ചിട്ടുണ്ട്. നമുക്ക് വലത് സൈഡിലോട്ട് പോയാൽ അവിടെ അപ്ലൈ എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതാണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഏറ്റവും താഴേക്ക് വന്നതിന് ശേഷം അവിടെ പ്രൊസീഡ് എന്ന് കാണാം. ആ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും അടുത്തത് നമ്മൾ ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് സെലക്ട് സർവീസാണ്. ഈ സർവീസ് ഏതൊക്കെ വേണം എന്ന് നമ്മളിവിടെ ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ബിൽഡിംഗ് അഡ്രസ്സ്, കെട്ടിടത്തിൻ്റെ വീട്ടുപേര് മാറ്റാനാണെങ്കിൽ, കെട്ടിടത്തിൻ്റെ പേര് മാറ്റാനാണെങ്കിൽ ബിൽഡിംഗ് അഡ്രസ്സിൽ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. ഓണർ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഉൾപ്പെടെയുള്ള ഓണേഴ്സിൻ്റെ, ഒന്നിലധികം ഓണർമാരുണ്ടെങ്കിൽ ആ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ അത് കൊടുക്കണം. ഓക്കുപ്പയർ ഡീറ്റെയിൽസ് മാറ്റണമെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കുപ്പയർ ഡീറ്റെയിൽസിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് മറ്റൊരു പ്രോസസ്സാണ്. അത് പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ ഓക്കുപ്പയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാടകക്കാരൻ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം, ബിൽഡിംഗ് അഡ്രസ്സും കെട്ടിടത്തിൻ്റെ വീട്ടുപേരും അതേപോലെ ഓണേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്യാനായിട്ട് രണ്ടും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നിലവിലുള്ള അഡ്രസ്സും കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് 2 സ്റ്റേജായിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. ആദ്യം അഡ്രസ്സാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് നമുക്ക് മുകളിൽ ഒരു പെൻസിൽ മാർക്ക് കാണാം. ഒന്നുകിൽ ആ പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്ത് നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം, ഞാനിവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ്. തുടർന്ന് താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതാണ്. അതിനുശേഷം മുകളിലായിട്ട് നമുക്ക് താഴെ വന്ന് പ്രൊസീഡ് കൊടുത്താൽ പോകത്തില്ല, അത് എനേബിൾ ആകത്തില്ല. മുകളിലോട്ട് വന്നതിന് ശേഷം അവിടെ ആ പെൻസിൽ മാർക്ക് വീണ്ടും കാണാമല്ലോ. ആ പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അഡ്രസ്സ് ഏത് രീതിയിലാണോ മാറ്റേണ്ടുന്നത് ആ അഡ്രസ്സ് ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെയൊക്കെ മലയാളം, മെയിൻ പ്ലേസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എല്ലാം ഒന്നും കൊടുക്കണമെന്നില്ല. വീട്ടുപേര് ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മെയിൻ പ്ലേസും ലോക്കൽ പ്ലേസുമൊക്കെ മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിൾ എടുത്ത ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എടുത്ത് അവിടെ മലയാളം എഴുത്തുപകരണങ്ങൾ എന്ന് കാണാം. അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വരും. അവിടെ നിന്ന് അത് കോപ്പി ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പുതിയ വീട്ടുപേരും
മറ്റ് അഡ്രസ് ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് അഡ്രസ്സ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മുകളിൽ വരികയും ചെയ്യും. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും അവിടെ കൊടുത്തിരിക്കുന്നതാണ്. മുകളിൽ ഒരു പെൻസിൽ മാർക്കും ഉണ്ട്. ആ പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്യണം. അതിനുശേഷം വീണ്ടും അത് കാണിക്കുന്നതും അതിനോട് ചേർന്ന് വീണ്ടും ഒരു പെൻസിൽ മാർക്കുണ്ട്. ആ പെൻസിൽ മാർക്കിൽ ഒരിക്കൽ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും മാറ്റാനുള്ള കോളംസ് വരും. ഇപ്പോൾ നിലവിലുള്ള നമ്പറുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എറേസ് ചെയ്തിട്ട് പുതിയ നമ്പർ നിങ്ങൾക്ക് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാവും. ഞാനിവിടെ മൊബൈൽ നമ്പർ മാത്രം ഡിലീറ്റ് ചെയ്ത് പുതിയ നമ്പർ കൊടുക്കുകയാണ്. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെയും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ അപ്ഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് അത് മുകളിലേക്ക് പുതിയ നമ്പർ ആയിട്ട് വരുന്നതും കാണാം. അതിനുശേഷം അവിടെ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് കാണിക്കുന്നതും അതിനുശേഷം അവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവിടെ എഡിറ്റ് ചെയ്യാൻ സൗകര്യത്തിന് ഒരു പേജ് കൂടി വരുന്നതാണ്. അവിടെ ആ പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും എഡിറ്റ് ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്കൊരു പ്രിവ്യൂ ലഭിക്കുന്നതും ഈ പ്രിവ്യൂവിലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പെൻസിൽ മാർക്കുണ്ട്, അവിടെ പ്രസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുക്കണം. തുടർന്ന് ഡിക്ലറേഷനാണ്. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അവിടെ വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. തുടർന്ന് നമ്മളിപ്പോൾ കൊടുത്ത പുതിയ മൊബൈൽ നമ്പർ അവിടെ കാണിക്കുന്നതും ഓണറുടെ പേരും, ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നിലധികം പേരുടെ കാണിക്കും. ഓണറുടെ മൊബൈൽ നമ്പർ കാണിക്കുന്നതും ആ മൊബൈലിൽ ഗെറ്റ് OTP എന്ന് കാണും. ആ ഗെറ്റ് OTP പ്ലസ് ചെയ്ത് മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെയൊക്കെ ഒന്നിലധികം ഒരു ബിൽഡിങ്ങിൽ ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒന്നിലധികം ഉള്ളവർക്ക് ഒന്നിലധികം കാണിക്കുന്നതാണ്. ഇവിടെ മൊബൈൽ OTP ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇവിടെ സ്ഥിരമായി സ്മാർട്ട് പ്രോസസ്സുകൾ ചെയ്യുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതിനുള്ള ലിങ്ക് വന്നിട്ടില്ല എന്ന് കാണാം. ഇവിടെ ഇതൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ അഡ്രസ് ചേഞ്ച് ഉണ്ട്. അഡ്രസ് ചേഞ്ചിന് വേണ്ടി കറക്റ്റ് അഡ്രസ്സുള്ള ഒരു പ്രൂഫ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആധാറോ അതുപോലുള്ള വോട്ടർ ID തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 2 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള പ്രൂഫാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ മറിച്ച് മൊബൈൽ നമ്പർ മാത്രം മാറ്റിയാൽ മതിയെന്നുണ്ടെങ്കിൽ പ്രൂഫുകളൊന്നും ആവശ്യമില്ല താനും. ഞാനിത് ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയതാണ്. എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരാനായിട്ട്. പക്ഷേ ഈ എറർ മാറുന്നില്ല. ആദ്യമൊക്കെ ഇങ്ങനൊരു എറർ ഉണ്ടായിരുന്നു, പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ടെന്നാണ് ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോഴും ഇത് എററായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നിങ്ങൾക്കിത് ശരിയായിട്ട് വരാനാണ് സാധ്യത. അങ്ങനെ ശരിയായിട്ട് വന്ന് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ വരുമ്പോൾ വീണ്ടും കൊടുത്ത് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഇത് സബ്മിറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് നമുക്ക് സാധാരണ പ്രോസസ്സുകളിലൊക്കെ കാണുന്നത് പോലെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകളും റെഫറൻസ് നമ്പരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കരുതിയത് റിട്ടേൺ ടു സിറ്റിസൺ വരുമ്പം വീണ്ടും കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റോട് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരുമെന്നാണ്. പക്ഷേ അത് വരികയുണ്ടായില്ല. ഡോക്യുമെൻ്റ് കൂടി, അതായത് പ്രൂഫും കൂടി അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും നിങ്ങളുടെ അഡ്രസ്സ് മാറിക്കിട്ടുകയുമുള്ളൂ. അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റായി അവർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ മൈ ബിൽഡിങ്ങിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും മാറിയ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.